Good morning, dear children. Okay, all of you mark your present. പിന്നെ നിങ്ങളെ യൂണിഫോം ഒക്കെ ഇട്ട് കാണുമ്പം തന്നെ ഒരു ഭംഗിയുണ്ട്. എനിക്ക് ക്ലാസ് എടുക്കാൻ തന്നെ ഒരു സുഖം. സ്കൂളിൽ വന്ന് റെഗുലറായിട്ട് വന്നിരിക്കുന്ന പോലെയുണ്ട്. റിച്ചാർഡിന് യൂണിഫോം കിട്ടിയില്ല. ഗോ. യൂണിഫോമിൻ്റെ ഷർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടാവണം. ഓക്കെ. അതുപോലെ ഗേൾസ് മുടിയൊക്കെ ചീകി വൃത്തിയാക്കി രണ്ട് സൈഡിലും ബ്ലൂ റിബണൊക്കെ കെട്ടി വേണം നമ്മൾ ക്ലാസ്സിലിരിക്കാൻ. ഇപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇതൊക്കെ മുടിയൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ. ഓക്കെ. അപ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും ബുക്കിലേക്ക് പോകാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. Good morning, teacher. Good morning. Biona, where is your uniform? Good morning, teacher. അമ്മ വീട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അമ്മ വേണ്ട, യൂണിഫോം എടുത്തിട്. ഗോ. അമ്മ എന്തിനാ യൂണിഫോം ഇടാൻ? ഐഫൂന, where is your uniform? ഐഫൂന, എടുക്ക. ഞാൻ വിചാരിച്ച നീ ഇപ്പൊ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇടാനാ പോയതെന്ന്. ഗോ. യൂണിഫോമിന്റെ ഷർട്ട് എടുത്തിട്ടിട്ട് വാ. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ സാറ് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂണിഫോം ഇട്ടിട്ടുണ്ടോ നോക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. കീർത്തി, വേർ ഇസ് യുവർ യൂണിഫോം? യൂണിഫോം ഇല്ലാതെ ക്ലാസ്സിൽ ഇരിക്കണ്ട. കീർത്തി, എങ്ങനെയാണ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോളെ? അൺമ്യൂട്ട് ചെയ്യ. കീർത്തിക്ക് യൂണിഫോം കിട്ടിയില്ലേ? എന്നിട്ട് എവിടെ പോയി ഷർട്ട് എടുത്തിട്ടിട്ട് വാ ക്ലാസ്സിൽ. നിങ്ങൾ എടുത്തിട്ടിട്ട് വാ. ഇപ്പൊ കഴിഞ്ഞ മീറ്റിങ്ങിൽ നിങ്ങൾ കയറിയില്ല ഉണ്ടോ? ഇപ്പൊ എല്ലാരും തന്നെ ആയി. ഇപ്പം കീർത്തി മാത്രമേ ഉള്ളൂ യൂണിഫോം ഇല്ലാത്ത കുട്ടിയായിട്ട്. സേറ മരിയ സ്കൂളിൽ അതറിയാം. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട്. ആരാണ് എന്നെ വിളിക്കുന്നത്? പള്ളിയിൽ പോണായിരുന്നു, പെരുന്നാളായിരുന്നു. എന്നിട്ട് മീറ്റിംഗിൽ കയറാൻ പറ്റിയില്ല. PTA മീറ്റിങ്ങിലാണ് നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീട് ടീച്ചേഴ്സിനെ വിളിച്ചാൽ അതൊന്നും കിട്ടില്ല നിങ്ങൾക്ക്. അപ്പം സാറ് പറയുന്ന സമയത്ത് PTA മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക, കാര്യങ്ങൾ അറിയാം. ഓക്കെ. സേറ മരിയ ദൂരെ ആയതുകൊണ്ടാണോ സ്കൂളിൽ വരാത്ത? പിന്നെ ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് എനിക്കറിയാം. നമ്മുടെ സേബ, മസ്ലോബ അവരൊക്കെ വരുന്നിടത്തുനിന്നല്ലേ മോള് വരുന്നത്? അതെ അതെ, ഒത്തിരി ദൂരമുണ്ട്. രാജഗിരി അങ്ങോട്ടാണ്. ഇപ്പം മോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് വരാത്തതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഹിന്ദിയുടെ ഇപ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞതിന് 25 ഔട്ട് ഓഫ് 25 വാങ്ങിയത് സേറ മരിയ മാത്രമാണ്. വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയണേ. 25 ഔട്ട് ഓഫ് 25 കിട്ടിയിരിക്കുന്നത് സേറ മരിയ ഷൈജു എന്ന കുട്ടിക്കാണ്. ഓൾ ഓഫ് യു ഗിവ് ക്ലാപ്പ്. ഞാൻ ഓൺലൈനിലെ എക്സാം കൂടി, എന്റെ മാർക്ക് കിട്ടിയില്ല. ആരാണത്? റിച്ചാർഡ് സിജോ അല്ലേ? നോക്കാം, മാർക്ക് നോക്കാം. നീ ചോദിച്ചില്ലല്ലോ എന്നോട് മാർക്ക്.
സേറ സ്കൂളിൽ വന്നിട്ടല്ലേ എക്സാം എഴുതിയത്? ആ, സേറ മരിയ സ്കൂളിൽ വന്നിട്ടാണ് എക്സാം എഴുതിയത്, ഓൺലൈൻ ഒന്നും അല്ല, സ്കൂളിൽ വന്നിട്ടാണ് എഴുതിയത്. അന്നപ്പോൾ അവൾ 25 ഔട്ട് ഓഫ് 25 വാങ്ങിയിട്ടുണ്ട്. നല്ല മാർക്കാണത്. ആരാണ് ഇവിടെ കൊത്തുപണി എടുക്കുന്നത്? ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. ആശാരിപ്പണി എടുക്കുന്നുണ്ടോ പോലെ എന്തോ ഉണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഓൺലൈൻ എക്സാം എഴുതിയിട്ട് മാർക്ക് കിട്ടാത്തവർ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മാർക്ക് അയച്ചു കൊടുത്തു. ചോദിക്കാത്തവരെ മാർക്ക് അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ ചോദിക്കാം കേട്ടോ, അതപ്പോൾ മാർക്ക് അയച്ചു തരാം. ഓക്കെ, ദെൻ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മളുടെ സിലബസിലുള്ളത്, അതായത് പാഠഭാഗം കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മൾക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾക്കിനി പഠിക്കാനുള്ളത്. അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സ്കൂളിൽ തന്നെ ഞാൻ ചോദിച്ചു, കുറേ പേര് എഴുതിയിട്ടില്ല. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലെസൺ 13, അതായത് 13 പാഠ 13 ബന്ദർ ഓർ ചിടിയ എന്നുള്ള ലെസണിലെ ശബ്ദാർത്ഥ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇത് രണ്ടും നിങ്ങൾക്ക് തന്നതാണ് അല്ലേ? ക്ലാസ് ഗ്രൂപ്പിലിട്ടു, വീണ്ടും പേഴ്സണലായിട്ട് വീണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് അയച്ചു തന്നു. എഴുതിയത് ക്ലാസ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് തന്നു. ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വാട്സപ്പിൽ സെൻഡ് ചെയ്തു തന്നു. എന്നിട്ടും ഹോംവർക്ക് ചെയ്യാത്തവർ ക്ലാസ്സിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം ഇനി അത് അങ്ങനെയായാൽ ശരിയാവില്ല. ആ ഒരു ലെസൺ മാത്രമേ ഇപ്രാവശ്യം എടുത്തുള്ളൂ. അത് ഏതാണത്? പേജ് നമ്പർ 62. നിങ്ങൾ കംപ്ലീറ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 62. അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനൊന്ന് പറഞ്ഞു തരാം. വായിക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശബ്ദാർത്ഥന് വീണ്ടും വായിക്കണ്ടല്ലോ, അത് ക്ലാസ്സിൽ തന്നെ ഒരുപാട് പ്രാവശ്യം വായിച്ചു. ഇനി ആ പ്രശ്നം കെ ഉത്തർ ലിഖോ, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക, അതിൽ എഴുതാൻ പറഞ്ഞാണ് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേര് പെർ കോൻ കോൻ രഹ്താ ഥാ, മരത്തിൻ്റെ മുകളിൽ ആരൊക്കെയാണ് താമസിച്ചിരുന്നത്? ആൻസർ എന്താണ്? പേര് പെർ ബന്ദർ ഓർ ചിടിയ രഹ്തേ ഥേ. അവിടെ ആൻസർ എന്താണ്? ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ കോൻ കോൻ എന്നുള്ളിടത്ത് മാത്രമേ ബന്ദർ ഓർ ചിടിയ എന്ന് മാത്രമേ അവിടെ പഠിക്കേണ്ടതുള്ളൂ, എഴുതി പഠിക്കേണ്ടതുള്ളൂ. അപ്പം ലാസ്റ്റ് ബന്ദറും ചിടിയയും വന്നുകൊണ്ട് നമുക്ക് ബഹുവചനായി അല്ലേ? അപ്പം അവിടെ ഥാ എന്നുള്ളത് ഥേ ആയി. അപ്പം അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ തന്നെയാണ് കൂടുതൽ എഴുതാനുള്ളത്. ആൻസർ മാത്രം എഴുതി പഠിക്കുക. എന്നിട്ട് അവിടെ ആ കോൻ കോൻ എന്നുള്ളിടത്ത് ബന്ദർ ഓർ ചിടിയ എഴുതുക. നെക്സ്റ്റ് നോക്കിയേ, ചിടിയ കോ കാം കർത്തെ ദേഖ് ബന്ദർ ക്യാ കർത്താ ഥാ. ചിടിയയുടെ അവൾ ചെയ്യുന്ന ആ പണി ജോലികൾ കണ്ടിട്ട് ബന്ദർ എന്താണ് ചെയ്തത്? അവളെ ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്തത്? നോ. ചിടിയ കോ കാം കർത്തെ ദേഖ് അല്ലെങ്കിൽ ദേഖ് കർ ബന്ദർ ഹംസി ഉഡാത്താ ഥാ. എന്താണ്? കളിയാക്കി ചിരിച്ചു അല്ലേ? ഹംസി ഉഡാത്താ ഥാ. നമ്പർ 3 എഴുതിയിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഫില്ല് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? റിച്ചാർഡ് എന്താ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടത് കണ്ടില്ലേ? അതെന്താ നീ കാണാത്തത്? ക്ലാസ് ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ കിടക്കുന്നത്. നിനക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടില്ലേ? നോക്കട്ടെ, ഞാൻ ഇപ്പം തന്നെ അത് ചെക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെയാണ് ഞാൻ ചോദിക്കുന്നുണ്ട്. ക്ലാസ് ഗ്രൂപ്പിലുണ്ട്, ഇപ്പോഴും അത് കിടക്കുന്നുണ്ട് അവിടെ. പേഴ്സണലായിട്ടുള്ളതും ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ടും ഉണ്ടല്ലോ ഇത്. എന്നിട്ട് എന്താ നോട്ട് ബുക്കിലേക്കും ടെക്സ്റ്റ് ബുക്കിലേക്കും പകർത്തി എഴുതാത്തത്? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ് കയറിയാൽ മതി.
ओके नेक्स्ट नंबर 3 ബന്ദർ ക്യോം കാംബ് രഹാ താ ബന്ദർ എന്തുകൊണ്ടാണ് വിറക്കുന്നത് എന്തുകൊണ്ടാണ് വിറച്ചത് ബന്ദർ ठंड से कांब रहा था അവിടെ ആൻസർ ठंड എന്ന് മാത്രമേ ഉള്ളൂ ठंड എന്ന് പറഞ്ഞാൽ എന്താണ് തണുപ്പ് അല്ലേ തണുപ്പ് കൊണ്ടാണ് വിറയ്ക്കുന്നത് തണുത്ത് വിറയ്ക്കുകയായിരുന്നു लास्ट इस घटना से बंदर ने क्या सीखा ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ബന്ദറിന് എന്താണ് മനസ്സിലായത് അവൻ എന്ത് പാഠമാണ് അവിടെ പഠിച്ചത് എന്താണ് इस घटना से बंदर ने सीखा है कि मेहनत का फल हमेशा मीठा होता है അമൃത ആൻസർ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ इस घटना से बंदर ने क्या सीखा चिड़िया इस घटना नो 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 लास्ट क्वेश्चन इस घटना से बंदर ने क्या सीखा इस घटना से बंदर ने सीखा हो कि मेहनत का फल हमेशा मीठा होता है വെരി ഗുഡ് ജിയ റോസ് ഇതിന്റെ മീനിങ് എന്താ മനസ്സിലായത് മോളെ എന്താണ് ബന്ദറിന് മനസ്സിലായത് മേഹനത്ത് എന്ന് പറഞ്ഞ എന്താ മേഹനത്ത് പരിശ്രമം എന്നല്ലേ പഠിച്ച പരിശ്രമം അല്ലേ ഹാർഡ് വർക്ക് എന്നൊക്കെ പറയാം നമ്മൾ മേഹനത്ത് കാ ഫൽ അതായത് പരിശ്രമത്തിൻ്റെ ഫലം ഹമേശ എല്ലായ്പ്പോഴും മീഠാ ഹോത്താ ഹേ മധുരമുള്ളതാണ് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നല്ല മധുരമുള്ളതായിരിക്കും വെരി ഗുഡ് ആയിരിക്കും അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കും ഉള്ളൊരു പാഠമാണത് അല്ലേ നമ്മുടെ ചിടിയ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറന്ന് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അതായത് കൂട് കെട്ടാനുള്ള ചില്ലകളും ഇതൊക്കെ പെറുക്കി കൊണ്ടുപോയി കൂടൊക്കെ ഉണ്ടാക്കി ഭക്ഷണം തേടി പിടിച്ച് അതും കൊണ്ടുപോയി ശേഖരിച്ച് വെച്ച് അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മുടെ ബന്ദർ അവളെ ഹംസ ഉടാത്ത എന്താണ് കളിയാക്കി ചിരിക്കുമായിരുന്നു അപ്പം ലാസ്റ്റ് വലിയൊരു മഴ വന്നപ്പോൾ ബാരിഷ് വന്നപ്പോൾ നമ്മുടെ ബന്ദറിന് മനസ്സിലായി അപ്പം ചിടിയ നല്ല സുഖമായിട്ട് അവളുടെ കൂടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് നേരത്തെ അത് പരിശ്രമിച്ചു അല്ലേ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ബന്ദർ ചിടിയ ചെയ്യുന്ന പണികൾ കണ്ടിട്ട് അവളെ കളിയാക്കി ചിരിച്ചു അപ്പോൾ മഴ വന്നപ്പോൾ അവന് കൂടുമില്ല വീടുമില്ല ഒന്നുമില്ല മഴ കൊണ്ട് നനഞ്ഞ് വിറച്ച് അവിടെ ഒന്നും ഫുഡും ഇല്ല ഒന്നുമില്ല കാരണം അവൻ എന്താ ചെയ്തത് അവൻ മടിയനായിരുന്നു അവനൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുമായിരുന്നു അപ്പം എന്താ പറഞ്ഞേ മേഹനത്ത് കാ ഫൽ ഹമേശ മീഠാ ഹോത്താ ഹേ പരിശ്രമത്തിൻ്റെ ഫലം എല്ലായ്പ്പോഴും നല്ല മധുരമുള്ളതായിരിക്കും ഇപ്പം എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്താണ് ഇത് തന്നെയാണ് നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത് മനസ്സിലായോ ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ ഇനി പഠിക്കാൻ ഈസി അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അടക്കം എഴുതണം എങ്ങനെയാണ് पेड़ पर कौन कौन रहता था क्वेश्चन എഴുതി വെക്കുകയാണോ വേണ്ടേ നോ पेड़ पर बंदर और चिड़िया रहते थे ഫുൾ സ്റ്റോപ്പ് അങ്ങനെ തന്നെ എഴുതണം അപ്പം എന്താ ചെയ്യണ്ടേ ആ ആൻസർ വരുന്ന ആ വേർഡ്സ് നന്നായിട്ട് എഴുതി പഠിക്കുക ബാക്കി ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ക്വസ്റ്റ്യൻ നോക്കി എഴുതിയാൽ മതി അല്ലേ ഓക്കെ നെക്സ്റ്റ് നോക്കിയേ 63
ഇത് ക്ലാസ്സിൽ കുറേ പേര് വരാത്തതുകൊണ്ട് വീണ്ടും എടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ തോന്നുന്നു പറഞ്ഞു തരുന്നേ. വാട്സപ്പിലും പറഞ്ഞു, ക്ലാസ് ടൈമിൽ കുറേ പ്രാവശ്യം പറഞ്ഞു. ഇപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ ഉചിത ശബ്ദ വാക്യ പൂരേ കരുന്നുണ്ടോ. നമ്പർ 4 ഫസ്റ്റ് ഏക് പേര് പെർ ഡാഷ് രഹ്തി ഥി. ഒരു മരത്തിന്റെ മുകളിൽ ആരോ താമസിച്ചിരുന്നു പറഞ്ഞു. ഡാഷിന്റെ അടുത്ത് എന്താണ്? ചിടിയ, ബേർഡ്. രണ്ടാമത്തെ നോക്കിയേ ഡാഷ് പെർ ഡാഷ് ഭി രഹ്താ ഥാ. പേര് പെർ ബന്ദർ ഭി രഹ്താ ഥാ. മരത്തിന്റെ മുകളിൽ ബന്ദർ കൂടി താമസിച്ചിരുന്നു. അതിങ്ങനെ തന്നെ വായിച്ചു പഠിക്കണം. പേര് പെർ ബന്ദർ ഭി രഹ്താ ഥാ. തേർഡ് വൺ ബന്ദർ ഡാഷ് സേ കാംപ് രഹാ ഥാ. ബന്ദർ എന്തുകൊണ്ടാണ് വിറച്ചുകൊണ്ടിരുന്നത്? ठंड से कांप रहा था. लास्ट मेहनत का फल हमेशा मीठा होता है. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഇപ്പം മേഹനത്ത് എന്നാണ് അവിടുത്തെ ആൻസർ. അപ്പം അതൊക്കെ എഴുതി പഠിക്കുക. ഇപ്പം ലാസ്റ്റ് നോക്കിയേ നമ്പർ 5 ഉദാഹरण के अनुसार दो शब्द लिखो. അവിടെ ഫസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു ഹൈഫൺ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഉണ്ട് അല്ലേ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാതെ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഡാഷ് ഇട്ടിട്ട് മുകളിൽ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ആ ചിഹ്നം വരുന്നത് അതൊരു മാത്രയാണ് അവിടെ. ഇപ്പോൾ നമ്മൾ എന്നുള്ള ആ ഒരു പ്രൊനൗൺസ് ആണ് വരിക. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ ചിഹ്നം ചേർത്തുള്ളൊരു വാക്കാണ് ബന്ദർ. ബന്ദർ ബായുടെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ അല്ലേ, അംക്ക് മാത്രം കൊടുക്കും ബന്ദർ. അപ്പം അത് ചേർത്തിട്ട് ആ മാത്രം ചേർത്തിട്ട് 2 വാക്കുകൾ കൂടി ദോ ശബ്ദലീക്കോ പറഞ്ഞ 2 വാക്കുകൾ കൂടി എഴുതാൻ പറയുന്നുണ്ട്. എന്താണ് സേറാ മരിയ? കേൾക്കാൻ പറ്റുന്നില്ല. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിച്ചേ, പറ്റുന്നുണ്ടെങ്കിൽ. ഉണ്ട് മക്കളെ, മോളുടെ ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. അതവിടെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് നോക്ക്, ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നെക്സ്റ്റ് നോക്കിയേ, ഒരു ഹൈഫൺ ഇട്ട് അതിൻ്റെ മുകളിൽ എന്താണ് ചന്ദ്രബിന്ദു കൊടുത്തിട്ടുണ്ട്. നോക്കിയേ നിങ്ങൾ, ഒരു ചന്ദ്രക്കല പോലെ ചന്ദ്രബിന്ദു അല്ലേ. അപ്പം അത് എന്നുള്ള ഒരു ഉച്ചാരണം വരുന്നത് ആംഖ് അല്ലേ, ആംഖ്. അതിപ്പോൾ ദോ ശബ്ദ് ലിഖോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വാക്കുകൾ കൂടി അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെ വാക്കുകളാ? ഹംസി, കാമ്പ്. ഈ പാഠഭാഗത്തുള്ള 2 വേർഡ്സ് തന്നെയാണ്, ഹംസി, കാമ്പ്. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജിലായിട്ടൊരു ഹോംവർക്ക് തന്നിരുന്നു അല്ലേ, 4 ചിടിയോം കെ ചിത്ര. ഇർഷാദ് എന്താണ്? എന്തെങ്കിലും പറയാനുണ്ടോ ഇർഷാദിന്? ടൈം പോന്നു. വേറെ ആരാണ് കൈ ഉയർത്തുന്നത്? ഇർഷാദും സേറ മരിയ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ സേറയ്ക്ക്? കേൾക്കാൻ പറ്റുന്നുണ്ടോ സേറ? ഇല്ലെന്ന് തോന്നുന്നു, അതാണ് അവളൊന്നും റിപ്ലൈ തരാത്തത്. സേറ ഞാൻ പിന്നെ വിളിച്ചോളാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കി. അവിടെ ഒരു 4 പക്ഷികളുടെ ബേർഡ്സിൻ്റെ പിക്ചർ അവിടെ ഒട്ടിച്ച് വെക്കാനാണ് പറഞ്ഞിട്ട് അതിൻ്റെ പേരെഴുതാനാണ് പറയുന്നത്. കുറേ പേര് ചെയ്തിട്ടുണ്ട്. കുറേ പേര് തോത്ത, കൗവ, പിന്നെന്താണ് മൈന, മുർഗി, ഇതിൻ്റെയൊക്കെ പിക്ചറൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ പേരെഴുതിയിട്ട് വന്നിട്ടുണ്ട്. നന്നായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, പീക്കോക്ക്, മോറിൻ്റെ ഒക്കെ പിക്ചർ ഇല്ലേ, കിട്ടില്ലേ? അതൊക്കെ എഴുതാ, എന്നിട്ട് അതിൻ്റെ പേരെഴുതുക. പേരറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, പേജ് നമ്പർ 65. त्योहारों की धूम है. त्योहारों की धूम है. നോക്കിയേ, ഇവിടെ നമ്മൾ കുറച്ച് ത്യോഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യോഹാർ അറിയോ ആർക്കെങ്കിലും? റയാൻ അറിയോ? റയാൻ, ത്യോഹാർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് വരില്ല, അവൻ നോക്കുക ബുക്കിൽ. ത്യോഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് റയാൻ?
അൺമ്യൂട്ട് ചെയ്തേ. അതെന്താണ് ആംബുലൻസ് പോകുന്ന സൗണ്ട് ഇവിടെ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവലാണ്, ഉത്സവങ്ങൾ. ത്യോഹാരോ എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ, ഫെസ്റ്റിവൽസ്. ഏതൊക്കെ ത്യോഹാർ നിങ്ങൾക്കറിയാം? അനിരുദ്ധ്, ത്യോഹാർ മീൻസ് ഫെസ്റ്റിവൽ. അനിരുദ്ധ് TV, അനിരുദ്ധ് പ്ലീസ് അൺമ്യൂട്ട്. ഏതൊക്കെ ഫെസ്റ്റിവൽസ് അറിയാം? ക്രിസ്മസ്, ക്രിസ്മസ്, ഹോളി, ദിവാലി, അങ്ങനെ കുറച്ചുണ്ടല്ലേ. ഓണം. ഓക്കെ, ജോയലും ജോബിനും നിങ്ങൾക്കറിയാവുന്ന ത്യോഹാർ ഏതൊക്കെയാണ്? ത്യോഹാർ ഹോളി, ഓണം, പിന്നെ പൊങ്കൽ. ആഹാ, വരട്ടെ. ബിയോണയ്ക്ക് എന്തോ ഉണ്ട്? ബിയോൺ ഉണ്ടോ? ഇപ്പൊ എന്ത് നല്ല നല്ല രാജകുമാരിനെ പോലെ ഉണ്ടല്ലോ ബിയോണനെ കാണുമ്പോ. പക്ഷെ ആ മുടി 2 ഭാഗത്തും കെട്ടണം കേട്ടോ. 2 ഭാഗത്തും കെട്ടിട്ട് വരണേ. അമ്മയില്ല അല്ലേ അവിടെ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. പൊങ്കാല, ക്രിസ്മസ്, ഓണം, കൊറോണയോ? വിഷു. അല്ല, ഇത് പൊങ്കാല. കൊറോണ എന്ന് പറഞ്ഞ എന്താണ്? കൊറോണ എന്ന് ഞാൻ കേട്ടു. ഇത് ഇപ്പൊ എല്ലാരും ആഘോഷിക്കല്ലേ കൊറോണ അല്ലേ? ഐഫോനൊക്കെ എന്താ പറയാനുണ്ട്? നല്ല സുന്ദരിയായിട്ട് വന്നല്ലോ. ക്രിസ്മസ്, പൊങ്കൽ, ദിവാലി, ഗുരുപറവ്. ഓക്കെ ഓക്കെ, അൻവിത മതി മതി മതി. അൻവിതിക്ക് എന്താ പറയാനുണ്ട്? അൻവിതിക്ക് അറിയുന്ന ത്യോഹാർ ഏതാണ്? ക്രിസ്മസ്, ഓണം, ദീപാവലി, പൊങ്കൽ. ഓക്കെ, മതി, അറിയാം അല്ലേ? ഇപ്പൊ ത്യോഹാർ എന്താണെന്ന് മനസ്സിലായില്ലേ? ത്യോഹാർ എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ആണ്, നമ്മുടെ ഉത്സവങ്ങള്. അതാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത്, ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇവിടെ ത്യോഹാർ, അവിടെ കൊടുത്തത് എന്താണ്? ഹോളി, മകർ സംക്രാന്തി, വസന്ത്, ഓണം, രക്ഷാബന്ധൻ, ജന്മാഷ്ടമി. നെക്സ്റ്റ് പേജിൽ ദസറ, ദീപാവലി, പൊങ്കൽ, ഈദ്. ദീസ് ആർ ഫെസ്റ്റിവൽസ്. എന്താണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ആ ത്യോഹാറിൻ്റെ പേര് നിങ്ങളൊന്ന് പഠിക്കണം. അല്ലാതെ ഇത് വേറെ ഒന്നുമില്ല. അതൊരു പോയൊന്നുമല്ല. അതൊന്നും അങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ വേർഡ്സ് അത് നോട്ട് ബുക്കിലേക്ക് പകർത്തിയത് അവിടെ എഴുതിക്കോ. നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക, നന്നായിട്ട് എഴുതി പഠിക്കുക. എക്സാമിന് ഞാൻ ത്യോഹാർ ചോദിക്കും. അപ്പോൾ എല്ലാ വാക്കുകളും ഒന്ന് എഴുതി നോക്കുക, ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, ഹോളി കാ ഹുഡ് ദംഗ് ഹേ, ബിഖരെ സാരെ രംഗ് ഹേ, മകർ സംക്രാന്തി പതംഗ് ഓർ ഡോർ, वो काटा का शोर ही शोर, वसंत ऋतु में फूल खिले हैं, हर उपवन में खूब मिले हैं, ओणम पर्व सुहाना है, घर को खूब सजाना है, രക്ഷാബന്ധൻ കാ ത്യോഹാർ. എവിടെയാ നോക്കുന്നേ? ബുക്ക് എവിടെയാണ്? ബഹന പായേഗി ഉപഹാർ, കൃഷ്ണ ജന്മാഷ്ടമി പർവ് ഹേ പ്യാര, സജ് ജായേഗ മന്ദിർ ദ്വാര. ആകാശത്തോട്ടാ നോക്കിയിരിക്കുന്ന, ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ.
നിനക്ക് മനസ്സിലായി അല്ലേ ഞാൻ പറയുമ്പോൾ തന്നെ? ദശരാ पर राम की जीत, सीखो मर्यादा और प्रीत, दीपावली की काली रात बन जाती पूनम की रात, पोंगल पर फसलों की बहार, सूर्य की पूजा खीर आहार, आ गई ईद गले मिले, ഈദി പാക്കർ ഖൂബ് ഖിലേ. നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ഇവിടെ കുറച്ച് ഫെസ്റ്റിവൽസിനെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ കുറേ പിക്ചറൊക്കെ നോക്കിയാൽ നിങ്ങൾ. ഹോളി കാ ഹുഡ് ദംഗ് ഹേ ബിഖരെ സാരേ രംഗ് ഹേ. എന്താ ഹോളി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ എന്താ വരുന്നത്? ഹോളി എന്ന് പറയുമ്പോൾ കുറേ രംഗ് കളേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഹോളി നടക്കുമ്പോൾ എന്താണ്, കുട്ടികൾ എവിടെയാണ് കളേഴ്സ് ഉള്ളത്? ഇതല്ലേ ഫസ്റ്റ് പിക്ചർ തന്നെയുണ്ട്, ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് പിക്ചർ. അപ്പോൾ അവിടെ എന്താണ്, കളറ് കൊണ്ടുള്ള ഉത്സവങ്ങളാണ് അല്ലേ ഹോളിക്ക്? അതെ. അപ്പം എല്ലാവരും ഇങ്ങനെ കളറ് വെള്ളം ഒഴിച്ചും കളറ് ഇട്ടും അങ്ങനെ പലതരം കളറ് കൊണ്ടുള്ള ഉത്സവമാണ് ഹോളി എന്നാണ് പറയുന്നത്, വേറൊന്നുമില്ല. മകര സംക്രാന്തി പതംഗ് ഔർ ഡോർ വോ കാട്ടാക്ക ഷോർ ഹി ഷോർ. ഇവിടെ നോക്കിയേ, മകരസംക്രാന്തി, മകരസംക്രമം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ്. അപ്പം പതങ്ക് ഓർ ഡോർ, പതങ്ക് മീൻസ് കൈറ്റ്. ഇപ്പം ഡോർ എന്ന് പറഞ്ഞാൽ ചരടാണ്, നൂല്. ഇവിടെ പിക്ചർ കണ്ടോ, റൈറ്റ് സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ടോ? കുട്ടികൾ പതങ്ക്, അതായത് ചരടിൽ എന്താ കൈറ്റ് പട്ടം കെട്ടി അതിങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. വോ കാട്ടാക്ക ഷോർ ഹി ഷോർ. എന്താണ്, പതങ്ക് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടിമുട്ടി ഒന്ന് അതിനെ പൊട്ടിച്ച് ഒന്ന് മുറിച്ച് കളയുന്നു അല്ലേ? കൂട്ടി ഇടിച്ച് പൊട്ടിപ്പോകുന്നു. അപ്പോൾ കുട്ടികൾ വോ കാട്ട നമ്മളിങ്ങനെ അലറി വിളിക്കില്ലേ സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ അത് പട്ടം പറത്തി കളിക്കുമ്പോൾ നമ്മളൊരു എന്താ ഒരു ഉത്സാഹത്തോടെ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കും. അതാണ് പറയുന്നത് അവിടെ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് പറയുന്നത്. വസന്ത ഋതുമേ ഫൂൽ ഖിലേ ഹേ ഹർ ഉപവൻ മേ ഖൂബ് മിലേ ഹേ. വസന്തകാലത്തിൽ എന്താണ്, നമുക്ക് പൂക്കള് അല്ലേ, പൂക്കള് വിരിയും. അതായത് ഗാർഡനിലൊക്കെ നല്ല പൂക്കൾ വിരിഞ്ഞ് നമുക്ക് മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ വിരിയുന്നത് കാണുമ്പം. ഈ സമയത്തൊക്കെ നല്ല റോസ് ചെടികളൊക്കെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. ഓണം പർവ് സുഹാനാ ഹേ. കൈ കാണിക്കുന്നുണ്ടോ? ഞാൻ വിളിക്കാം കേട്ടോ. ഓണം പർവ് സുഹാനാ ഹേ ഘർക്കോ ഖൂബ് സജാനാ ഹേ. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, കുറേ പൂക്കളം അല്ലേ, പൂക്കൾ വിരിയുന്നത്, പിന്നെന്താണ് അത്തപ്പൂക്കൾ ഇടുന്നത്, വീട് അലങ്കരിക്കും നമ്മൾ അല്ലേ. വീട് അലങ്കരിക്കുന്ന വീടൊക്കെ വൃത്തിയാക്കി അല്ലേ, ഓണപ്പൂക്കളൊക്കെ ഇട്ട് മാവേലിന് വരുന്ന ആ ഒരു ഐതിഹ്യമാണ് പറഞ്ഞത്. മാവേലിനെ കാത്ത് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി പൂക്കളൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താണ്, രക്ഷാബന്ധൻ കാ ത്യോഹാർ ബഹന പായേഗി ഉപഹാർ. രക്ഷാബന്ധൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കണ്ടിട്ടില്ലേ രക്ഷാബന്ധം കെട്ടുന്നത്? എന്തിനാണത്? ഒരു രാഖി കെട്ടുക എന്നൊക്കെ പറയാറില്ലേ, രക്ഷാബന്ധൻ. അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പറയാൻ? ഇപ്പൊ സഹോദരന്റെ കയ്യിലാ കൊണ്ടുപോയിട്ട് അത് രാഖി കെട്ടിയ അവർ സഹോദരനാണെന്ന് പറയും അല്ലേ. അതൊക്കെയാണ് രക്ഷാബന്ധം കെട്ടുന്നത്. നമ്മുടെ സഹോദരന്റെ കയ്യിൽ രാഖി കെട്ടിക്കൊടുത്താൽ നമ്മൾക്ക് കുറേ സമ്മാനമൊക്കെ കിട്ടുന്ന അങ്ങനെ എന്തോ ഒരു ഐതിഹ്യമാണ് അതൊക്കെ. കൃഷ്ണ ജന്മാഷ്ടമി പർവ് ഹേ പ്യാര സജ് ജായേഗ മന്ദിർ ദ്വാര. കൃഷ്ണ ജന്മാഷ്ടമി എന്താണ്, കൃഷ്ണന്റെ ശ്രീകൃഷ്ണ ജയന്തിയില്ലേ, അതാണ് കൃഷ്ണ ജന്മാഷ്ടമി. അത് വരുമ്പോൾ എന്താണ്, ഭയങ്കര സന്തോഷമാണ് അല്ലേ. നമുക്ക് അമ്പലത്തിലൊക്കെ ആണെങ്കിൽ നല്ല അമ്പലത്തിലോട്ട് നമ്മൾ എന്താണ് അതിന് പറയുന്നത്, റാലി എന്നല്ലല്ലോ പറയുന്നല്ലേ, നമ്മൾ പോവാറുണ്ടല്ലേ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തിക്ക്. അമ്പലങ്ങളിൽ എന്തൊക്കെയോ ആരാധനയൊക്കെ ഉണ്ട്, അതാണ് പറയുന്നത്. സജ് ജായക മന്ദിർ ദ്വാര. ആ സമയത്ത് അമ്പലങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുന്നത്. അമ്പലങ്ങളിലൊക്കെ എന്താണ് പൂജയും കാര്യങ്ങളും, പിന്നെ അമ്പല കവാട അലങ്കരിക്കും, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. കൃഷ്ണന്റെ ജന്മാഷ്ടമി പറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയാണ്, നമ്മൾ ആഘോഷിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പേജിൽ ദശഹരാ പർ രാം കി ജീത് സീഖോ മര്യാദ ഔർ പ്രീത്. അവിടെ ദസറയില്ലേ,
ദസറ എന്നുള്ള അവിടെ ആ ആഘോഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താണ്, അവിടെ രാം കി ജീത്ത് സീഖോ മര്യാദ ഔർ പ്രീത്, അവിടെ ജയവും തോൽവിയും, അതായത് രാമനും രാവണന്റെ ഒക്കെ കഥയില്ലേ, ആ ഒരു കഥയാണ് അവിടെ ഓർപ്പിക്കുന്നത്. കഥയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പം ഇവിടെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ആ വേർഡ്സ് ഒന്ന് നന്നായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പം അതൊന്ന് എഴുതി പഠിക്കണം. വേറെ ഒന്നുമില്ല ഇന്നത്തെ നിങ്ങളുടെ വർക്ക്. അപ്പോൾ അത് സത്യത്തിനെയും അധർമ്മത്തിനെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ദസറ എന്നുള്ളതിൽ പഠിക്കുന്നത്. അത്രയേ ഉള്ളൂ. ദീപാവലി കി കാലി രാത്ത് ബൻ ജാതി പൂനം കി രാത്ത്. ദീപാവലി എന്ന് പറയുമ്പോൾ എന്താണ്, ദീപങ്ങളുടെ രാത്രിയാന്നല്ലേ, കുറേ ദീപങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള. പിന്നെ എന്താണ്, കാലിരാത്ത് പറഞ്ഞ ന്യൂ മൂൺ, മര്യാദ മോഡസ്റ്റി, പൂനം കി രാത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് ഫുൾ നൂൺ. അതായത് നമ്മളിപ്പം അർദ്ധചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ പറയുന്നില്ല ആകാശത്ത് നോക്കുമ്പോൾ. ഇപ്പോൾ ചന്ദ്രൻ നമ്മളിപ്പോൾ ലാസ്റ്റ് ഈദ് കൊടുത്തിട്ടുണ്ട്. ഈദിന് എന്താണ്, നമ്മൾ നിലാവ് കാണുമ്പോഴാണ് നമ്മൾ അവിടെ ആഘോഷിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ, മുസ്ലിംസിന് അറിയാതെ. അതെ, പൊങ്കൽ പർ ഫസലോം കി ബഹാർ സൂര്യ കി പൂജ ഖീറാഹാർ. പൊങ്കലിന് എന്താണ്, പൊങ്കലിന് നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ, എന്താ അതിന് പറയാ, പൊങ്കൽ ആഘോഷിക്കുന്നത് നമ്മൾ കുറേ മൺപാത്രങ്ങളിലാണല്ലേ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി അതങ്ങനെയാണ് ആഘോഷിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല, അടുപ്പിച്ച് അടുപ്പൊക്കെ കൂട്ടി അതിൽ, അതാണ് സംഭവം. സൂര്യക്ക് പൂജ ഖീറാഹാർ. ആ ഗൈ ഈദ് ഗലേ മിലേ ഈദി പാക്കർ ഖൂബ് മിലേ ഖൂബ് ഖിലേ. അവിടെ ഈദിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഈദ്, ഈദിൻ്റെ ഒന്ന് പറഞ്ഞുതരാമോ എനിക്ക്? അഫ്രാസ്, നിങ്ങൾ ഈദ് ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? ഈദ് അറിയില്ലേ അഫ്രാസിന്? സൽമാൻ അറിയോ? നമുക്ക് 1 മിനിറ്റ് ഉള്ളൂ, ഞാൻ പറയാമോ? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഈദ് എന്ന് പറഞ്ഞാൽ എന്താടാ, സൽമാൻ അറിയോ? നിങ്ങളുടെ ഫെസ്റ്റിവൽ ആണോ അത്? പെരുന്നാള്. പെരുന്നാളാണല്ലേ. അതെ, പെരുന്നാളാണെന്നറിയാം. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ഒന്ന് അടുത്ത ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, അല്ലെങ്കിൽ വാട്സപ്പിലായാലും മതി. ഓക്കെ, നമ്മുടെ ടൈം തീർന്നു. നമുക്ക് നെക്സ്റ്റ് ഷഹബറയ്ക്ക് അറിയാൻ തോന്നുന്നു, ടൈം തീർന്നു. എവിടെ ഷഹബറ? എനിക്കൊന്ന് പറഞ്ഞു തരണം ആരായാലും കേട്ടോ, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഹാദിയൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ബന്ധുക്കളെ വീട്ടിലേക്ക് പോകും. അതാണ്, അവിടെ ഒരു ഫെസ്റ്റിവൽ അതല്ലേ. അപ്പൊ നിങ്ങൾ അതില് നിലാവ് കാണൂ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? നിലാവ് കാണുമ്പോ പെരുന്നാള്. നിലാവ് കാണുമ്പോ പെരുന്നാൾ.